സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്ത വിഷയങ്ങളായിരുന്നു വേടൻ്റെ കാര്യങ്ങൾ. അതിന് മുൻപ് നമ്മൾ കണ്ടൊരു കാര്യമാണ്, അതായത് വേടൻ്റെ പാട്ട് ഭൂമിയിൽ ഞാൻ വാഴുന്ന ഇടമെന്ന് പറയുന്നൊരു വേടൻ എഴുതിയിട്ടുള്ളൊരു കവിത, അത് നമ്മുടെ സർവകലാശാലയിൽ പാഠ്യ വിഷയമാക്കുന്നതിനെ പറ്റിയും അതിനെതിരെയും ഒക്കെയുള്ള ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരുപാട് വിഷയങ്ങളും പരാമർശങ്ങളും അതിനെതിരെ അവർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ട് ആ പാട്ട് പാഠ്യ വിഷയമാക്കണം, പുതിയ തലമുറ എന്തുകൊണ്ട് വേടൻ്റെ പാട്ടിനെ ഫോളോ ചെയ്യണം, വേടനെ ഫോളോ ചെയ്യണം, വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു കഞ്ചാവോളിയാണെങ്കിൽ അല്ലെങ്കിൽ ആ കഞ്ചാവോളിയായിട്ടുള്ള വേടനെ എന്ത് കണ്ടിട്ടാണ് മാതൃകയാക്കേണ്ടത്? വേടൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, എന്നെ മാതൃകയാക്കേണ്ട ഒരു വ്യക്തിയല്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ മാതൃകയാക്കേണ്ട എൻ്റെ ചില കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി എന്നൊക്കെ വേടൻ തന്നെ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഈ സർവകലാശാലയിലേക്ക് ഈ പറയുന്ന പാട്ടിനെ വിഷയമാക്കണമെന്ന് ചോദിച്ചുകൊണ്ട് ഒരു സൈഡിൽ കുറേ ആളുകളും മറ്റൊരു സൈഡിൽ വേടൻ്റെ പാട്ടിനെ പാഠ്യ വിഷയമാക്കുന്നതിൽ എന്താണ് തെറ്റെന്നുള്ള ചോദ്യമായിട്ടൊക്കെ വരികയുണ്ടായി. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്താണ് പലപ്പോഴും. എന്തുകൊണ്ട് ആരാണ് ഇതിനെതിരെ സംസാരിക്കുന്നതെന്നെല്ലാം നമ്മൾ കണ്ടതാണ്. പിന്നീട് ഇപ്പോൾ ഈ ഒരു അടുത്തിടെ ഇപ്പോൾ ഞാൻ ഇന്നലെ കണ്ടൊരു വാർത്തയാണ്, അതായത് വേടൻ്റെ പാട്ട് ഈ പറയുന്ന സർവകലാശാലയിൽ പാഠ്യ വിഷയമാക്കുന്നതിനെ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ വേടൻ്റെ പാട്ടിനെ സർവകലാശാലയിൽ പഠിപ്പിക്കേണ്ട എന്നുള്ളൊരു കാര്യത്തിലേക്ക്, ആ ഒരു തീരുമാനത്തിലേക്ക് സർവകലാശാല എത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണ്? അതിലുള്ള ഇടപെടലിൻ്റെ അങ്ങേയറ്റം അതിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. വേടനെ ആരാണ് പേടിക്കുന്നതെന്നും വേടൻ്റെ ആശയങ്ങളും രാഷ്ട്രീയങ്ങളും വേടൻ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെയൊക്കെ ആർക്കാണ് ഇത്ര പേടിയെന്നും അതുകൊണ്ടൊക്കെ ആരാണ് ഈ പറയുന്ന നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഈ പേടി കൊണ്ട് പലതും ചെയ്തു കൂട്ടുന്നതെന്നുമെല്ലാം നമ്മൾ പലപ്പോഴായിട്ട് കണ്ടതാണ്. ഞാനത് വീണ്ടും വീണ്ടും പറയണ്ട, പല ആളുകൾക്കും ഇത് അരോചകം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അരോചകം ഉണ്ടാകുന്നോ, നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നു എന്നുള്ളതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്ന ഒരു മനുഷ്യനെ പറ്റിയാണ്. ആ മനുഷ്യൻ മുന്നോട്ട് നിൽക്കുന്നത് ആർക്ക് വേണ്ടിയാണെന്നുള്ളത് അവർക്കെല്ലാം, നമ്മുടെ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. നിങ്ങൾക്കറിയില്ല എന്ന് നിങ്ങൾ നടിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ എന്തായാലും നിങ്ങൾക്ക് അറിയാം വേടൻ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള, നിങ്ങളെ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ അടിമയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പ്രസ്ഥാനമോ അല്ലെങ്കിൽ വ്യക്തികളോ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു കളിപ്പാവയെ പോലെ നിങ്ങളിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് വേടൻ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കാത്തതും. ഇനി ഒരു പക്ഷേ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ആരാധകനായി പോകുന്നുള്ള പേടി കൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങൾ ഈ ഒരു തലത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് വേടനെ മനസ്സിലാക്കാനായിട്ട് നിൽക്കാത്തത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ വേടൻ്റെ പാട്ട്, ഈ പറയുന്ന വേടൻ്റെ പാട്ടിനോടൊപ്പം തന്നെ ഗൗരി ലക്ഷ്മി പാടിയ അജിതാ ഹരേ എന്ന് പറയുന്ന ഒരു കുചാലവൃത്തം അല്ലെങ്കിൽ കഥകളിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പാട്ട്, ആ പാട്ട് അവിടെ എടുക്കില്ല എന്ന് പറയുകയുണ്ടായി. ഈ രണ്ട് പാട്ടാണ് ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ അജിതാ ഹരേ എന്ന് പറയുന്ന പാട്ട് ഗൗരി ലക്ഷ്മിയാണോ പാടിയത്? ഒരിക്കലുമല്ല. കാരണം ഞാനിപ്പോൾ ഇതിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്, ഈ കുചേലവൃത്തം എന്ന് പറയുന്ന ആ ഒരു പാട്ട് എഴുതിയത് മുരിങ്ങൂർ ശങ്കരൻ പോറ്റി എന്ന് പറയുന്ന ആളാണ്. അത് പാട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് കോട്ടയ്ക്കൽ മധു എന്ന് പറയുന്ന ഒരാളാണ്. ഇതിൻ്റെ ഒരു പാട്ട് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു, അതിൽ വേറൊരാളാണ് അത് പാടിയിരിക്കുന്നത്. ഒരിക്കലും ഇത് ഗൗരി ലക്ഷ്മി പാടിയൊരു പാട്ടല്ല എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അപ്പോൾ ഗൗരി ലക്ഷ്മിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഗൗരി ലക്ഷ്മി പാടിയതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരിത് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിലുള്ള കാര്യങ്ങളിലുള്ള വ്യക്തത എത്രത്തോളം ഉണ്ടെന്നുള്ളത് അല്ലെങ്കിൽ ഇതിലുള്ള ഒരു ലോജിക്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്കിത് തന്നെ മനസ്സിലാവും. ആ പാട്ട് എഴുതിയ ആളിൻ്റെ പേര് പോലും പറയാതെ ഗൗരി ലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി ഒരു കവർ സോങ് പോലെ പാടി എന്നുള്ളതല്ലാതെ ഗൗരി ലക്ഷ്മി എഴുതിയതോ ഗൗരി ലക്ഷ്മി ആ പാട്ടിന് ഈണം നൽകിയതോ ഒന്നുമല്ല. ഗൗരി ലക്ഷ്മി അവരാരോ പാടി വെച്ചൊരു പാട്ടിനെ എടുത്തുകൊണ്ട് ഒന്നുകൂടെ പോളിഷ് ചെയ്ത് അതിൻ്റെ പുതിയൊരു വേർഷനാക്കി ഇറക്കിയെന്ന് മാത്രമാണ്. അത് എഴുതിയ ആളിൻ്റെ പേരൊന്നും ഇവർ പരാമർശിക്കുന്നില്ല. അപ്പോൾ ഇവരുടെ ഈ ഒരു എന്താ പറയുക, നിരീക്ഷണം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് ഈ ഒരു കാര്യത്തിൽ തന്നെ മനസ്സിലാവും, അല്ലേ? അപ്പോൾ വേടൻ്റെ ഭൂമിയിൽ ഞാൻ വാഴുന്ന ഇടം, ഇതേപോലെ തന്നെ മൈക്കിൾ ജാക്സന്റെ ഒരു പാട്ടുണ്ടായിരുന്നു. ആ ഒരു പാട്ട് അത് ഇതുവരെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. അതിന് പറയുന്നതിന് വേറൊരു കാരണമുണ്ട്. അത് ഞാനിന്നൊരു വാർത്തയിൽ കണ്ടതാണ്. ആ ഒരു പാട്ട് ഒഴിവാക്കാനായിട്ട് മൈക്കിൾ ജാക്സൺ ഒരു സമയത്ത് വലിയൊരു വിവാദമായിരുന്നൊരു പാട്ടായിരുന്നു ഈ പറയുന്ന മൈക്കിൾ ജാക്സന്റെ അവർ സർവകലാശാലയിൽ പഠിപ്പിക്കാനായിട്ടല്ലേ പാഠ്യ വിഷയമാക്കിയ ഒരു പാട്ട്. അതിലൊരു വിവാദമായിട്ടുള്ള ഈ ജൂതന്മാരെ പറ്റിയൊക്കെ പരാമർശിക്കുന്ന ഒരു ഭാഗം, അത് വിവാദം ഭയങ്കര രീതിയിൽ എത്തിയപ്പോൾ അത് മൈക്കിൾ ജാക്സൺ ആ വിവാദപരമായിട്ടുള്ള വരി മാറ്റിയെന്നാണ് ഇവർ പറയുന്നത്. അപ്പം ഞാൻ മാതൃഭൂമി ന്യൂസിൽ കണ്ടൊരു വാർത്തയാണ്, ആദ്യം അതൊന്ന് പ്ലേ ചെയ്യാം, അതിനുശേഷം നമുക്ക് നമ്മുടെ ബാക്കി വീഡിയോയിലേക്ക് വരാം. എന്തുകൊണ്ട് വേണ്ട ഈ ഒരു തീരുമാനത്തിലേക്ക് എന്തുകൊണ്ടാണ് വിദഗ്ധ സമിതി സർവകലാശാലയുടെ വൈസ് ചാൻസലർ തീരുമാനിച്ച സബ്ജക്ട് എക്സ്പേർട്ട് ഇത് എന്തുകൊണ്ട് വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയെന്ന് നോക്കാം. റിപ്പോർട്ടിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: വേടന്റെ പാട്ടിൽ ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. ഭൂമി ഞാൻ വാഴുന്നിടം എന്ന ഗാനം മലയാളം വിദ്യാർത്ഥികൾക്ക് അപ്രാപ്യം എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം. നേരത്തെ പറഞ്ഞതുപോലെ മൈക്കിൾ ജാക്സന്റെ ഏറ്റവും വിവാദമായ ഗാനമായിരുന്നു ഡേ ഡോണ്ട് കെയർ അബൌട്ട് അസ്. അതിൽ
ചൂ മീ എന്നുള്ള ഇംഗ്ലീഷ് വാക്കിന് പകരം ജൂ മീ എന്ന് പറയുന്നുണ്ട്. അത് ജൂതന്മാർക്കെതിരായ അധിക്ഷേപ വാക്കാണ്. അവസാനം മൈക്കിൾ ജാക്സൺ ഖേദം പ്രകടിപ്പിക്കുകയും പാട്ടിൽ നിന്ന് ആ ഭാഗം മ്യൂട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. മൈക്കിൾ ജാക്സന്റെ ചരിത്രം നോക്കിയാൽ ഏറ്റവും വിവാദമായ ഗാനം കൂടിയായിരുന്നു അത്. 90കളിൽ വലിയ തോതിൽ ഹിറ്റായി, അതിനൊപ്പം തന്നെ വലിയ വിവാദമായി രാഷ്ട്രീയമായ ചോദ്യങ്ങളൊക്കെ ഉയർന്നു വന്ന ഗാനമാണ്. അതിനൊപ്പം തന്നെ ഈ വേടന്റെ പാട്ട് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന തീരുമാനത്തിനൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ശുപാർശയാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. ഗൗരി ലക്ഷ്മിയുടെ പാട്ടും പാഠഭാഗമാക്കേണ്ടതില്ല. അജിതാ ഹരേ എന്ന് തുടങ്ങുന്ന കഥകളി പദം മനോഹരമായി വേറിട്ട ശൈലിയിൽ അവർ അവതരിപ്പിച്ചത് ആ വീഡിയോ വലിയ തോതിൽ വൈറലായി, അത് ഹിറ്റായി, ആളുകൾ സ്വീകരിച്ചു. അത് ആ ആലാപന ശൈലിയും നേരത്തെയുള്ള ആലാപന ശൈലിയും തമ്മിൽ താരതമ്യപ്പെടുത്തി പഠിപ്പിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. അത് പക്ഷേ സംഗീതം പഠിക്കാത്ത മലയാളം വിദ്യാർത്ഥികൾക്ക് ഇത് കഠിനമായ ഒന്നായി മാറും. പഠിച്ചാലും ശാസ്ത്രീയമായി സംഗീതം പഠിച്ചാലും കഥകളി സംഗീതം വേറിട്ട് നിൽക്കുന്ന ഒരു വിഭാഗം തന്നെയാണ്. അപ്പം അതുവരെ സംഗീതവുമായി അല്ലെങ്കിൽ സംഗീതത്തോട് അഭിരുചി ഇല്ലാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അത് അപ്രാപ്യമാണ്, കഠിനമായിരിക്കും മനസ്സിലാക്കാൻ എന്നുള്ളതാണ് വിദഗ്ധ സമിതി സബ്ജക്ട് എക്സ്പെർട്ട് പറയുന്ന കാര്യം. ഏതായാലും ഐച്ഛിക വിഷയമായി മലയാളം എടുക്കുന്ന കുട്ടികൾ അവർ പഠിക്കേണ്ടത് പഠിച്ചാൽ മതി എന്നൊരു സമീപനമാണ് എം ബഷീറിന്റെ റിപ്പോർട്ടിന്റെ ഉള്ളടക്കമായി വരുന്നത്. അവിടെ വേടന്റെ രചന അത് ഏതെങ്കിലും തരത്തിൽ മോശമാണെന്ന അർത്ഥത്തിലോ അല്ലെങ്കിൽ ഗൗരി ലക്ഷ്മിയുടെ പാട്ട് അത് മോശമാണെന്ന അർത്ഥത്തിലോ ആണ് എന്ന് ഈ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ സിലബസിൽ അതിന്റെ ആവശ്യമില്ല എന്നൊരു അക്കാദമിക കാഴ്ചപ്പാടാണ് ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. കണ്ടില്ലേ, ഇതിലിപ്പോൾ അവർ പറയുന്നത് ഈ പറയുന്ന കഥകളി, ഗൗരി ലക്ഷ്മി പാടിയ പാട്ട് കഥകളി പഠിക്കുന്ന ആളുകൾക്ക് അല്ലെ കഥകളി അരങ്ങേറ്റം നടത്തുന്ന ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കും, കഠിനമേറിയതാണെന്നൊക്കെയാണ് പറയുന്നത്. അത് ഗൗരി ലക്ഷ്മി പാടിയ സ്പീഡ് വെച്ചിട്ട് എന്തായാലും ആർക്കും പഠിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഡാൻസ് കളിക്കാൻ പറ്റില്ല, കഥകളി അവർക്ക് അരങ്ങേറ്റം നടത്താൻ പറ്റില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ ഒരു പാട്ടിനെ അവരൊരു കവർ സോങ് പോലെ, ഞാൻ ആദ്യമേ പറഞ്ഞു, കവർ സോങ് പോലെയാണ് അവരതിനെ പാടിയിരിക്കുന്നത്. ആ പാട്ടിൻ്റെ അതേ രീതിയിലൊന്നുമല്ല അവർ പാടിയിരിക്കുന്നത്. ആ പാട്ടിൻ്റെ അതേ രീതി നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ കുറേ ടൈം എടുത്തിട്ടാണ് അതിൻ്റെ ഓരോ വരികളും അവർ പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പാട്ടിനോടുള്ള ഈ വിദഗ്ധ സമിതി കണ്ടുപിടിച്ചൊരു കാര്യം വലിയ വസ്തുതയൊന്നും ഇല്ല എന്നുള്ളത് നമുക്ക് ഈ ഒരു കാര്യം തന്നെ മനസ്സിലാവും. ആ ഒരു പാട്ട് ആരെഴുതിയതാണെന്ന് അറിയില്ല, ആ പാട്ട് എന്തിനു വേണ്ടി എഴുതിയതാണെന്ന് അറിയില്ല, ആ പാട്ടിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ ആ പാട്ടിൻ്റെ വരികൾ എങ്ങനെയുള്ളതാണെന്ന് അറിയില്ല. അപ്പോൾ വെറുതെ എന്തെങ്കിലും ഒരു പരാമർശം അങ്ങ് നടത്താം എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ് പി അനുരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഈ വേടന്റെ ഈ പാട്ട് സർവകലാശാലയിൽ പാഠ്യ വിഷയമാക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള പി അനുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പറയുന്ന വേടന്റെ പാട്ട് ഇവിടെ പഠിപ്പിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലേക്ക് മുന്നിലേക്ക് ഒരു പരാമർശമായിട്ട് വന്നത്. അപ്പോൾ അതിനെ തുടർന്നുണ്ടായ ചർച്ചകളിൽ കൂടിയാണ് വേടന്റെ പാട്ട് പഠിപ്പിക്കേണ്ട എന്നുള്ള രീതിയിലേക്ക് ഇവരെ നിർബന്ധിതമായിട്ട് ഇങ്ങനെയുള്ള കുറച്ച് കാരണങ്ങൾ കണ്ടെത്താനുമൊക്കെ ഒരു വിധേയരാക്കിയതെന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവും. ഇതിലിപ്പോൾ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ വേടന്റെ പാട്ട് സർവകലാശാലയിൽ പഠിപ്പിക്കണമെന്നോ വേടനെ ഒരു പാഠ്യ വിഷയമാക്കി മാറ്റണമെന്നോ വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ബുക്കിൽ ഒതുങ്ങണമെന്നോ ഒന്നും നമ്മൾ ആരും ആഗ്രഹിച്ചിട്ടില്ല, വേടനും അത് ആഗ്രഹിച്ചിട്ടില്ല. വേടൻ ആഗ്രഹമുണ്ടായിരുന്നു, എന്തെങ്കിലും എന്നെപ്പറ്റി പിള്ളേർ പഠിക്കുമെന്നൊരു ആഗ്രഹം വേടൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അതിനു വേണ്ടിയിട്ട് വേടൻ ഒന്നും ശ്രമിച്ചിട്ടൊന്നുമില്ല. അവൻ പറയാനുള്ള രാഷ്ട്രീയവും അവൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയും ഒരു കവിതാ രൂപത്തിൽ അല്ലെങ്കിൽ ഈ റാപ്പ് രൂപത്തിൽ അവൻ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ അവതരിപ്പിച്ചപ്പോൾ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ പല രീതിയിലൊക്കെ വരച്ച് കാണിക്കാനായിട്ട് പല ആളുകൾ ശ്രമിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു കലാരൂപമായിട്ട് വേടൻ മുന്നോട്ട് വന്നപ്പോൾ ആ വേടനെ ഇവർ കണ്ട രീതി എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പലപ്പോഴും ഇവരുടെ പല പരാമർശങ്ങളിലും പല പ്രതിനിധികളും വന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു പാട്ടിൽ ഞാൻ ആദ്യം പറഞ്ഞു വേടൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല യൂണിവേഴ്സിറ്റിയിൽ ഇതൊരു പഠന വിഷയമാകണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഈ വേടൻ്റെ പാട്ട് പാഠ്യ വിഷയമാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വേടനും അതേപോലെ വേടനെ ആരാധിക്കുന്ന ഒരുപാട് പേര് സന്തുഷ്ടരായിരുന്നു, ഒരുപാട് സന്തോഷത്തിലായിരുന്നു. പക്ഷേ ഇതിലിപ്പോൾ കമൻറ്റ് ബോക്സിൽ നോക്കുമ്പോൾ ഇതിൽ ഏത് ഒരു പാർട്ടിയെ ഞാൻ പറയുന്നില്ല, ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഞാനൊരു പാർട്ടിയെ എടുത്ത് പറയുന്നില്ല, അതിൽ പറയുന്നതാണ് ചിലരുടെ പ്രശ്നമെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം ഏത് പാർട്ടിക്കാർക്കാണ് ഈ പ്രശ്നം എന്നുള്ളത്. അപ്പോൾ ആ പാർട്ടിക്കാർ അവരുടെ ആളുകളൊക്കെ ആയിരിക്കും, സൈബർ പ്രതിനിധികളായിരിക്കും ഈ പറയുന്ന കമൻറ്റ് ബോക്സ് നിറയെ വന്നങ്ങ് മെഴുകുകയാണ്. ഇങ്ങനത്തെ കഞ്ചാവ് വലിക്കുന്നവനെയൊക്കെയാണോ പിള്ളേർ മാതൃകയാക്കേണ്ടത്, ഇവനെ എന്താണ് മാതൃകയാക്കാനുള്ളത്, ഇവൻ എന്ത് വാല്യൂ ആണുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പരാമർശങ്ങൾ ഒരുപാട് കമൻറ്റ് ഞാൻ കണ്ടു. ആ വേടനെ ആരാധിക്കുന്ന ആളുകളുടെ ഒന്നും ഞാൻ അതിൽ കമൻറ്റ് കാണുന്നില്ല. അപ്പോൾ ഇതിൽ വേടനെ കുറ്റം പറയാനായിട്ടൊരു അവസരം കിട്ടിയപ്പോൾ അത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ എനിക്ക് തോന്നുന്നു ഇവർ ഈ പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ ഇങ്ങനെ തീരുമാനത്തിലെത്തി, നിങ്ങൾ പോയി കമൻറ്റിട്ട് മെഴുകിക്കോളാം പറഞ്ഞാണ്, അതുകൊണ്ടായിരിക്കും ഇവരൊക്കെ വന്നിട്ട് മെഴുകുന്നത്. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. ആ വേടനെ ഇപ്പം ഈ പറയുന്ന സർവകലാശാലയിൽ പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ വേടനെ അറിയാതെ ഇരിക്കുമോ? നിങ്ങൾക്ക് വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ സർവകലാശാലയിലെ പാഠ്യ വിഷയത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പക്ഷേ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങളുടെ മനസ്സിൽ നിന്ന് വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ പറിച്ചു മാറ്റാനോ വേടൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ നിങ്ങൾക്ക് തിരുത്താനോ അല്ലെങ്കിൽ വേടൻ്റെ രാഷ്ട്രീയം എന്തിനു വേണ്ടിയുള്ളതാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞ് മാറ്റി പറയിപ്പിക്കാനോ ഒന്നും സാധിക്കില്ലല്ലോ. ആകെ നിങ്ങൾക്ക് പറ്റുന്ന എന്താ, യൂണിവേഴ്സിറ്റിയിൽ
നിന്ന് പഠിപ്പിക്കുന്നതിൽ നിന്ന് വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു വിഷയം അല്ലെങ്കിൽ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്ക് മാറ്റി നിർത്താം. അതേ നിങ്ങളെ കൊണ്ട് പറ്റുള്ളൂ. ജനങ്ങളുടെ ഹൃദയങ്ങളിൽ എന്തായിരുന്നു വേടൻ എന്നുള്ളത് അത് എല്ലാവർക്കും അറിയാം. ഓരോ ആളുകൾക്കും വേടൻ എന്ന് പറയുന്ന വ്യക്തി എന്താണെന്ന് അറിയാം. അങ്ങനെയുള്ളൊരിടത്ത് വേടൻ്റെ പാട്ട് പഠിപ്പിച്ചാലും പഠിപ്പിച്ചില്ലെങ്കിലും ആർക്കും ഒന്നും സംഭവിക്കാനില്ല. ആ വേടൻ ചെയ്യാനുള്ളതും അവന് പറയാനുള്ളതും എല്ലാം വേടൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിൽ വിഷമം തോന്നുന്ന, അതിൽ അസഹിഷ്ണുത തോന്നുന്ന ആളുകൾ ഇങ്ങനത്തെ ഓരോരോ ഈ പറയുന്ന ഓലപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ പേടിപ്പിക്കാനായിട്ട് മുന്നിലേക്ക് നിൽക്കും. അതിൽ ആര് പേടിക്കാനാണ്? എന്തോ വലിയൊരു കാര്യം നേടി ഒരു സാമ്രാജ്യം വെട്ടിപ്പിടിച്ചു എന്നുള്ള ചിന്താഗതിയൊക്കെ ആയിരിക്കും ഈ പറയുന്ന പാർട്ടിയിലുള്ള ആളുകൾക്ക്. ഏത് പാർട്ടിയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങനത്തെ ഒരു ചിന്താഗതി ആയിരിക്കും. ആ ചിന്താഗതിയൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കുകയുള്ളൂ. കേരളത്തിലെ ജനങ്ങളുടെ അടുത്തോ അല്ലെങ്കിൽ കേരളത്തിലോ അത് വില പോവില്ല എന്നുള്ളൊരു വേറൊരു വസ്തുത. അപ്പോൾ ഇതിൽ റിപ്പോർട്ടർ ചാനലിൽ നമ്മുടെ ഡോക്ടർ അരുൺകുമാറും അതേപോലെ സുജയൊക്കെ ഉള്ളൊരു സംവാദം ഉണ്ടാവുകയുണ്ടായി. അതായത് വേടനെ മനസ്സിലാക്കാനുള്ള വലുപ്പം പരാതി കൊടുത്ത ഒരാൾക്ക് പോലും ഇല്ല എന്ന് ഡോക്ടർ അരുൺകുമാർ പറയുകയുണ്ട്. നമുക്കറിയാം ഈ സംഭവങ്ങൾ വേടനെതിരെയുള്ള കഞ്ചാവ് കേസ്, പുലിപ്പല്ല് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോഴും വേടനൊപ്പം നിന്നൊരു ചാനലാണ് റിപ്പോർട്ടർ ചാനൽ. എല്ലാ കാര്യങ്ങളിലും മുന്നിൽ നിൽക്കുന്ന ഒരു ചാനൽ തന്നെയാണ് റിപ്പോർട്ടർ ചാനൽ. അപ്പോൾ ആ ഒരു ചാനലിൽ ഈ വേടൻ്റെ ഒരു കാര്യങ്ങൾ അവർ പരാമർശിക്കുന്നത് ഡോക്ടർ അരുൺകുമാർ വേടനൊപ്പം തന്നെയാണ്, വേടൻ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. പക്ഷേ സുജയ എന്ന് പറയുന്നത് അതൊരു പാർട്ടിയുടെ ഒരു അടിമയായിട്ടാണ് പുള്ളിക്കാരി നിൽക്കുന്നത്. ആ ഒരു പാർട്ടിക്ക് വേണ്ടി മാത്രമേ സംസാരിക്കൂ. ഞാൻ അതിനു വേണ്ടിയിട്ട് ഒരു വലിയൊരു ചാനൽ, റെപ്യൂട്ടഡ് ചാനലിൽ ഞാൻ അതിനു വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് പുള്ളിക്കാരിയുടെ ഒരു ഭാഷ്യം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഡോക്ടർ അരുൺകുമാറിൻ്റെ അടുത്ത് സുജയ ചോദിക്കുന്നുണ്ട്, സംഘപരിവാറാണോ വേടനെതിരെ ഇങ്ങനെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ സംഘപരിവാർ വേടനെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിൽ ഡോക്ടർ അരുൺകുമാർ പറയുന്നൊരു മറുപടിയുണ്ട്. ഞാൻ ആ ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. വേടനെ ഒഴിവാക്കണോ എന്നതാണ് ചോദ്യം. വേടനെ ഒഴിവാക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായത്തിലേക്ക് വരുന്നതിന് മുമ്പ് സുജയ പറഞ്ഞ ഒരു വിഷയത്തോടുള്ള എൻ്റെ ഒരു പ്രതികരണം, വേടനെ സംഘപരിവാറുകാർ ഏതെങ്കിലും തരത്തിൽ ദളിത് വിരുദ്ധനായിട്ട് ചിത്രീകരിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു. 3 ചോദ്യങ്ങളാണ് എനിക്കുള്ളത്. വേടനെതിരെ NIAക്ക് പരാതി കൊടുത്ത പാലക്കാട്ടെ BJP നേതാവിൻ്റെ പേരെന്താ? മിനി കൃഷ്ണകുമാർ എന്നല്ലേ? നമ്പർ 1. നമ്പർ 2, വേടനെക്കുറിച്ച് കുണ്ടറയിലെ ക്ഷേത്രത്തിൽ വെച്ച് NR മധു എന്ന കേസരിയുടെ പത്രാധിപർ പറഞ്ഞ വാചകം എന്താ? ജാതി ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നു എന്നല്ലേ? അത് സംഘപരിവാറിൻ്റെ വാക്കല്ലേ? ശശികല ടീച്ചർ എന്ന് പറയുന്ന ടീച്ചർ പറഞ്ഞത് എന്താ? ഈ പട്ടികജാതി വിഭാഗക്കാരുടെയും ആദിവാസി വിഭാഗത്തിൻ്റെയും ഒക്കെ പാരമ്പര്യ കലാരൂപമാണോ റാപ്പ് സംഗീതം എന്നാണ്. എന്നിട്ടൊരു വാക്ക് അദ്ദേഹം അവർ വിശേഷിപ്പിക്കുന്നുണ്ട്. അതിവിടെ പറയാൻ കൊള്ളൂല. അതാണ് വേടനെക്കുറിച്ച് വിശേഷിപ്പിച്ചത്. അപ്പോൾ സംഘപരിവാറുകാർക്ക് വേടനുമായിട്ട് ഏതെങ്കിലും തരത്തിൽ വിരോധമോ ഏതെങ്കിലും തരത്തിൽ ആശയപരമായ ഭിന്നതയോ ഇല്ല എന്ന സുജയുടെ വാദം നിലനിൽക്കുന്നതല്ല. ഇതാണ് ആദ്യത്തെ എൻ്റെ ടേക്ക്. രണ്ടാമത് ഈ വിഷയത്തിലേക്ക് വന്നാൽ, ഇന്ന് യഥാർത്ഥത്തിൽ വളരെ നിർഭാഗ്യകരമാണ്. ബഷീറിൻ്റെ റിപ്പോർട്ട് ഞാൻ പൂർണ്ണമായും വായിച്ചു. ബഷീർ എന്ന് പറയുന്ന ഒരു മുതിർന്ന അധ്യാപകനോടുള്ള എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ട് പറയട്ടെ, ചരിത്രത്തിൻ്റെ അക്കാദമിക് ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലിടാൻ പാകത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് MM ബഷീർ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് ആദ്യമേ പറയുന്നു. അതിനെന്താണ് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ സിലബസിൻ്റെ സമഗ്ര രൂപം എന്താണെന്ന് മനസ്സിലാക്കാൻ MM ബഷീറിനെ പോലൊരു മുതിർന്ന അധ്യാപകന് കഴിയാതെ പോയതെന്താണ്? നേരത്തെ സുജയ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, MM ബഷീറിൻ്റെ വാക്കുകൾ സംഗീതം പഠിക്കാൻ കുട്ടികൾ പ്രാപ്തരല്ലാത്തത് കൊണ്ടാണ് ഈ പാഠപുസ്തകത്തിൻ്റെ സിലബസിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് ബഷീറിൻ്റെ അഭിപ്രായമാണ്. ആ അഭിപ്രായത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ സുജയ? ബഷീറിന്റെ അഭിപ്രായത്തോട്? അല്ല, സംഗീതം പഠിക്കാൻ, അതായത് BA മ്യൂസിക് അല്ലെങ്കിൽ MA മ്യൂസിക് കോഴ്സിൽ കൊടുക്കേണ്ട ഒരു സംഗീതത്തെക്കുറിച്ചുള്ള അറിവ്, അത് ഈ കണ്ടില്ലേ, ഇതിലിപ്പോൾ സുജയ മെഴുകലൊക്കെ തുടങ്ങും. നമുക്കറിയാമല്ലോ, എല്ലാ കാര്യങ്ങളിലും സുജയ എടുത്തൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടുമ്പോൾ ഞാൻ പറഞ്ഞോട്ടെ അരുൺകുമാർ എന്നെ കയറി ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ വരല്ലേ, എനിക്കൊരു സ്വാതന്ത്ര്യമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറെ രീതിയിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു വിടും. അപ്പോൾ അരുൺകുമാർ പറഞ്ഞ കാര്യമില്ലേ, MM ബഷീർ എന്ന് പറയുന്ന അദ്ദേഹം ആ ഒരു ഇതിനെ വിശകലനം ചെയ്തിട്ടുള്ളൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കണ്ടുപിടിച്ചൊരു കണ്ടുപിടുത്തങ്ങളെയൊക്കെ ചവറ്റുകൊട്ടയിലേക്ക് ഇടേണ്ടതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ വേടൻ്റെ ആ പാട്ടുകളിൽ വേടൻ എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ളതുമൊക്കെ അത് കേരളത്തിലുള്ള ഏറ്റവും സാധാരണ ജനങ്ങൾക്ക് പോലും, അത് അക്ഷരമറിയാത്തോ അല്ലെ എഴുത്തും വായന ഒന്നും അറിയാത്ത ആളുകൾക്കെല്ലാം അത് കേട്ട് കഴിഞ്ഞാൽ അത് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് വലിയൊരു കാര്യത്തിൻ്റെ ആവശ്യമില്ല. ചില വാക്കുകൾ കുറച്ച് കട്ടിയാണെന്നുള്ളതല്ലാതെ വേടൻ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകൾ തന്നെയാണ് കേരളത്തിലുള്ളത്. അപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് ഇത് പഠിക്കാൻ പാടില്ല അല്ലെ പഠിക്കാൻ പാടാണെന്നൊക്കെ പറയുന്നതിൽ എന്ത് വാല്യൂ ആണുള്ളത്? അല്ലെങ്കിൽ ഇത് മുന്നോട്ട് വെക്കുന്ന കാര്യം അതിൽ കുറച്ചൊക്കെ രാഷ്ട്രീയമുണ്ടെന്നൊക്കെ പറയുന്നതിൽ എന്ത് വാല്യൂ ആണുള്ളത്? ഇങ്ങനെ രാഷ്ട്രീയമില്ലാത്ത ഏത് കലാരൂപമുണ്ട് നമ്മുടെ നാട്ടിൽ? ഇപ്പോൾ എന്താണെങ്കിലും, ഇപ്പോൾ നാടകമാണെങ്കിലും, ഇപ്പോൾ കാക്കരിശ നാടകമാണെങ്കിലും എല്ലാത്തിലും രാഷ്ട്രീയം തന്നെയല്ലേ പറയുന്നത്. അപ്പോൾ ഇതിൽ വേടൻ രാഷ്ട്രീയമൊന്നും പറഞ്ഞിട്ടില്ല. വേടൻ മുന്നോട്ട് വെച്ച കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വേടൻ അനുഭവിക്കുന്നതും അതേപോലെ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ, പിന്നോക്കം നിൽക്കുന്ന സമുദായത്തിൽപ്പെട്ട ആളുകളൊക്കെ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് ഇന്നും ഇന്നലെയും എന്നും അത് റിലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ സുജയുടെ മെഴുകൽ എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. BA മലയാളം പഠിക്കാൻ വരുന്ന എല്ലാ കുട്ടികൾക്കും സംഗീതത്തോട് താല്പര്യവും അത് തന്നെയാണ് സുജയ പറയുന്നത്. ഇനി അദ്ദേഹത്തെ പോലെ അറിവുള്ള ഒരാൾ കണ്ടെത്തിയ കാര്യം, ഞാൻ മലയാളം ഞാൻ സുജയുടെ അഭിപ്രായം ചോദിച്ചുള്ളൂ. അല്ലെങ്കിൽ സുജയ്ക്ക് അറിയില്ലെന്ന് പറയാം. സുജയ MM ബഷീറിന്റെ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ സുജയെ കുറിച്ച് പറഞ്ഞത്. ഇനി എന്താണ് MM ബഷീർ പറയുന്നത്? MM ബഷീർ പറയുന്നത് ഇതിൽ സാഹിത്യ പഠിക്കേണ്ടടുത്ത് കുട്ടികൾ സംഗീതത്തിന്റെ താരതമ്യം പഠിക്കുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ എന്താ ഈ കോഴ്സ്? ഈ കോഴ്സ് എന്ന് പറയുന്നത് താരതമ്യ പഠനമാണ്, താരതമ്യ സാഹിത്യ പഠനമാണ്. അതിന്റെ സാമാന്യ പരിചയമാണ്. എന്താണ് താരതമ്യ സാഹിത്യ പഠനത്തിൽ വരിക? താരതമ്യ സാഹിത്യ പഠനത്തിൽ വരുന്നത് പ്രമേയമുണ്ട്,
പ്രമേയം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് താരതമ്യ സാഹിത്യ പഠനത്തിൽ. എന്തുകൊണ്ടാണ് 1996 ഇറങ്ങിയ മൈക്കിൾ ജാക്സന്റെ ദേ ഡോണ്ട് കെയർ അസ് എന്ന് പറയുന്ന ഒരു ഗാനവും 2020 ഇറങ്ങിയ നമ്മളുടെ വേടന്റെ ഈ ഭൂമിയെക്കുറിച്ചുള്ള നമ്മളുടെ ഈ പാട്ടും ഭൂമി ഞാൻ വാഴുന്നിടം എന്നുള്ള പാട്ടും എന്താണ് അതിന്റെ പ്രമേയം? ആ പ്രമേയത്തിന്റെ താരതമ്യ പഠനം സാഹിത്യ പഠനമല്ലേ സുജയ? താരതമ്യ പഠനമല്ലേ സി എം എം ബഷീർ? അത് സംഗീതമാണോ? വരികൾ എഴുതി വെച്ചിരുന്നാൽ എങ്ങനെ സംഗീതം പഠിക്കുന്നതാണ്? താരതമ്യ സാഹിത്യ പഠനമാണ്. ഒരു കാര്യം പറഞ്ഞിരുന്നു, താങ്കൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ താരതമ്യ പഠനം അത് സംഗീതത്തിലൂടെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഒരു QR കോഡ് കൂടി കൊടുക്കാനേ കേൾക്കൂ. അതൊന്നുകിൽ ഇതിനെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാവണം. എന്താണ് ഈ പേപ്പർ എന്നതിനെ കുറിച്ചുള്ള ബോധ്യത്തോടു കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് താരതമ്യ സാഹിത്യ പഠനമാണ്. ആ ബോധ്യമില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ പ്രമേയ പഠനം, പ്രമേയ താരതമ്യം എന്നുള്ളത് താരതമ്യ സാഹിത്യ പഠനത്തിലെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അത് എം എം ബഷീറിനെ പോലെ മുതിർന്ന അധ്യാപകൻ എങ്ങനെ മിസ്സായി? എന്താ ഒരു വാദമില്ലാത്തത്? ഈ പറയുന്ന ദേ ഡോണ്ട് കെയർ അസ് എന്ന് പറയുന്ന ഈ മ്യൂസിക്, അതിന്റെ വരികൾ ഈ എം എം ബഷീർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ വരികൾ? എൻ്റെ കയ്യിലുണ്ടല്ലോ. അതിനുശേഷം വലിയ വിവാദമുണ്ടായി 1996 ശേഷം ദേ ഡോണ്ട് കെയർ അസ് പുറത്തിറങ്ങുന്ന സമയത്ത്. എന്തായിരുന്നു അന്നത്തെ ആരോപണം? ഇത് വലിയ ആന്റി സെമിറ്റിക്കായ ജൂക്കൾക്കെതിരായിട്ടുള്ള ഒരു വലിയ ഗാനമാണ് എന്ന രീതിയിൽ അന്ന് മൈക്കിൾ ജാക്സനെ തൊലിയുരിക്കാൻ പോയി ഇതേപോലെയുള്ള അവിടുത്തെ സംഘികൾ. അന്ന് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? ദ സോങ് ഇൻ ഫാക്ട് ഈസ് അബൌട്ട് ദ പെയിൻ ഓഫ് പ്രെജുഡിസ് ആൻഡ് ഹേറ്റ് ആൻഡ് ഈസ് എ വേ ടു ഡ്രോ അറ്റൻഷൻ ടു സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ പ്രോബ്ലംസ്. സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന നിലയിൽ എഴുതിയ വരികൾ, മുൻവിധിക്കെതിരെയുള്ള എൻ്റെ വരികളാണിത് എന്നാണ് അന്ന് മൈക്കിൾ ജാക്സൺ പറയുന്നത്. തുടരുന്നു, ഐ ആം ദ വോയിസ് ഓഫ് ദി അക്യൂസ്ഡ് ആൻഡ് അറ്റാക്ഡ്. ആക്രമിക്കപ്പെടുന്നവന്റെ ശബ്ദമാണ് ഞാൻ, ആരോപണ വിധേയരായി നിൽക്കുന്നവരുടെ ശബ്ദമാണ് ഞാൻ. ഇവിടെ ആ വരികൾ നോക്കൂ. ജോർജ് ഫ്ലോയിഡിനെ കുറിച്ച് അതിനകത്തൊരു വരി, ജോർജ് ഫ്ലോയിഡിനെ കുറിച്ചുള്ള വരി, ആ വരിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നോവുന്നത് ബഷീറിന്? കണ്ടില്ലേ? അതായത് താരതമ്യ പഠനം, സാഹിത്യത്തിലുള്ള താരതമ്യ പഠനമാണ് വേടന്റെ പാട്ടെന്ന് പറയുന്നത്. ആ രീതിയിലാണ് എടുത്തത്. എം എം ബഷീർ പറയുന്നത് അതിൽ സാഹിത്യപരമായിട്ടുള്ള ഒന്നുമില്ല, അല്ലെങ്കിൽ സാഹിത്യത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നുമല്ല വേടന്റെ വരികളെന്നൊക്കെയാണ്. അപ്പോൾ എം എം ബഷീർ എന്ന് പറയുന്ന ഇത്രയും മുതിർന്ന ഒരു അധ്യാപകൻ, അല്ലെങ്കിൽ മുതിർന്ന ഒരു നിരീക്ഷകൻ എന്ന് പറയുന്ന സർവകലാശാലയിലൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ഒരു വിശകലനം നടത്തിയത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്, ആർക്ക് വേണ്ടിയാണ് അദ്ദേഹം ഈ രീതിയിൽ വേടന്റെ പാട്ട് അവിടെ പഠിപ്പിക്കേണ്ട എന്നുള്ള രീതിയിലേക്ക് എത്തിയത്? ഇത് പഠിപ്പിക്കേണ്ട എന്ന് പറയുന്നതിൽ നമുക്കൊരു വിഷയമൊന്നുമില്ല. കാരണം വേടന്റെ പാട്ട് പഠിപ്പിച്ചാലും പഠിപ്പിച്ചില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്കോ വേടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒന്നും സംഭവിക്കാനില്ല. അത് പഠിപ്പിച്ചില്ലെങ്കിലും അവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ വേടന്റെ പാട്ടുകളിൽ അത് കേട്ട് പഠിക്കാനോ അല്ലെങ്കിൽ കേട്ട് മനസ്സിലാക്കാനോ ഉള്ള സാമാന്യ ബോധവും ഇന്നത്തെ തലമുറയിൽപ്പെട്ട ആളുകളുടെ എല്ലാം ഉണ്ടല്ലേ. ഫോണാണെങ്കിലും TV ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അവരുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവർക്കൊരു വേടന്റെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഒരു തവണ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും മനസ്സിലാവണമെന്നില്ല. രണ്ടാമത്തെ തവണ കേട്ട് കഴിഞ്ഞാൽ സാമാന്യ ബോധമുള്ളവർക്ക് അതിനെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും എന്താണ് അതിൽ ഓരോ വരികളിലും പറയുന്നതെന്നുള്ളത്. ഓരോ വരികളിലെയും ഓരോ വാക്കുകൾ, ഇപ്പം ചാളയിൽ എരിയുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേടന്റെ ആ പാട്ടിൽ അത് സംഖ്യക്കുട്ടന്മാർക്ക് ഒരു പക്ഷേ അത് മറ്റേ മത്തി, ചാള അതൊക്കെ വെച്ചിട്ടൊന്നും വേവിക്കുന്നില്ല എന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ തോന്നുക. പക്ഷെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുന്ന ആളുകൾക്ക് അതെന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത് മനസ്സിലാവും. അപ്പം അങ്ങനെയുള്ള ഒരുപാട് വരികളും ഒരുപാട് കാര്യങ്ങളും വേടൻ്റെ എല്ലാ കവിതകളിലും വേടൻ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ചാ വിഷയമാവുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് ചർച്ചാ വിഷയമാക്കേണ്ടത്? അപ്പോൾ ഈ ഗൗരി ലക്ഷ്മിയുടെ പാട്ട് മാറ്റിയതിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല. കാരണം അത് മാറ്റിയില്ലെങ്കിലും ഒരു പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. പക്ഷേ വേടൻ എന്ന് പറയുന്ന വ്യക്തി മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, വേടൻ്റെ കവിതകളിൽ കൂടി വേടൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതിൽ ഓരോന്നിലും ഓരോ ജീവൻ്റെ തുടിപ്പുകളും. അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, വേടൻ്റെ വരികൾ അതിനി സർവകലാശാലയിൽ പഠിപ്പിച്ചില്ലെങ്കിലോ, അല്ലെങ്കിൽ അത് നിങ്ങളിനി വേറെ ഒരു തരത്തിലും വേടൻ്റെ വരികൾ ആരെയും കേൾപ്പിക്കാനായിട്ട് നിങ്ങൾ മുന്നിലേക്ക് നിൽക്കുന്നില്ലെങ്കിലും അവിടെ ഒന്നും സംഭവിക്കാനില്ല. ആ വേടൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് എല്ലാ ജനങ്ങൾക്കും അത് കാണാപ്പാഠമാണ്. ഓരോ വരികളും ഓരോ ആളുകൾക്കും അത് അവരിപ്പം ചുമ്മാതാണെങ്കിൽ ഇരിക്കുന്ന സമയത്ത് അത് പാടാറുണ്ടെന്നുള്ളൊരു വേറൊരു വസ്തുതയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങളിത് സർവകലാശാലയിൽ പഠിപ്പിക്കുന്നതുകൊണ്ടൊന്നും സംഭവിക്കാനില്ല. പക്ഷേ ആ പാട്ടുകൾ ഇനിയും ജനങ്ങൾ കേൾക്കുക തന്നെ ചെയ്യും. ജനങ്ങളുടെ മനസ്സിൽ നിന്നോ അവരുടെ ഈ പറയുന്ന അവർക്ക് ആഗ്രഹിക്കുന്ന അവരുടെ ആഗ്രഹങ്ങളിൽ നിന്നോ അവർ കേൾക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നോ ഒരിക്കലും നിങ്ങൾക്കിത് മാറ്റാൻ പറ്റാത്തിടത്തോളം കാലം ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തിയും വേടൻ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളുമെല്ലാം ഇനിയും നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിക്കും. അതിലൊക്കെ വിഷമം തോന്നുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് വിഷമം തോന്നുക എന്നുള്ളത് നിങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ള കാര്യമാണ്. അതിൽ ഞങ്ങൾക്ക് ആർക്കും ഒന്നും പറയാനില്ല. ഞങ്ങൾ ഇനിയും വേടനെ അനുകൂലിക്കും. അതിൽ കുരു പൊട്ടുന്ന, അതിൽ മനം തൊന്നുകൊണ്ട് കമൻ്റ് ഇടാൻ വരുന്ന ആളുകൾക്ക് എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സ് തന്നെ നോക്കിയാൽ അറിയാൻ സാധിക്കും ആ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ, അതിനെ സ്നേഹിക്കുന്ന എത്രത്തോളം ആളുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിലുണ്ടെന്നുള്ളതും അതേപോലെ നമ്മുടെ കേരളത്തിലുണ്ടെന്നുള്ളതും. അപ്പോൾ ഇനിയും വേടൻ്റെ പാട്ടുകൾ നിങ്ങൾ പാഠ്യവിഷയമാക്കുന്നില്ല, നിങ്ങളെന്തോ വലിയൊരു കാര്യം നേടിയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിൽ വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾ നേടിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എന്ന് യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്നുള്ള മനസ്സിലാക്കുന്നോ, വേടൻ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നുവോ, അന്ന് മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വെറുതെ പൊട്ടക്കിണറ്റിലെ തവളയെ പോലെ നിങ്ങൾ ജീവിക്കുകയുള്ളൂ. പൊട്ടക്കിണറ്റിലെ തവളയുടെ അവസ്ഥ എന്ന് നമുക്കറിയാമല്ലേ. ആ തവളയ്ക്ക് പൊട്ടക്കിണറാണ് ലോകം. അതിന് പുറത്തേക്ക് ഒരു ലോകം അതിന് സ്വപ്നം കാണാനും പറ്റില്ല, അത് കണ്ടിട്ടുമില്ല. അതുകൊണ്ട് അതിനുള്ളിൽ കിടക്കുന്ന അത്രയും കാലം അതാണ് അതിൻ്റെ ലോകം
പോകുമെന്ന് വിചാരിക്കും. എന്നാൽ പുറത്തേക്ക് വന്നാലോ കാണാനായിട്ട് നിറയെ ഒരുപാട് കാഴ്ചകളും ഒരുപാട് ലോകം ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോഴാണ് അത് മനസ്സിലാക്കുക, റിയലൈസ് ചെയ്യുന്നത് ഇതായിരുന്നല്ലോ ഒരു ലോകം, ഞാൻ ഇത്ര നാളും കിടന്നത് ഒരു പൊട്ടക്കിണറ്റിൽ ഒറ്റപ്പെട്ട് കിടക്കുകയായിരുന്നല്ലോ എന്നുള്ളത്. അതാണ് സംഘിക്കുട്ടന്മാരോടും എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടേതായിട്ടുള്ള അതിർവരമ്പുകളൊന്ന് ഭേദിച്ച് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വേടൻ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ നിങ്ങളത് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പഠിക്കേണ്ട, അല്ലെങ്കിൽ കേൾക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കേൾക്കണ്ട. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന കാര്യങ്ങളൊന്ന് നേരെ നിന്ന് കണ്ട് അതിൻ്റെ നേർക്കാഴ്ചകൾ മനസ്സിലാക്കിയതിന് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.